ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S23 പുതിയൊരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആഗസ്റ്റിൻ്റെ. അപ്പോൾ ഈ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിനെ പറ്റി നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോവുക. ഈ ലാസ്റ്റ് അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഈ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ സൈസ് 423.04 MB ആണ്. പിന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ 1 August 2024 ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു ഡൗൺ ഗ്രേഡും കാണാൻ കിട്ടില്ല. പണ്ട് നന്നായിട്ട് ഇംപ്രസീവ് ഫോട്ടോസ് എടുത്തിരുന്നു, ഇപ്പോഴും നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ഡൗൺ ഗ്രേഡും കാണാൻ കിട്ടുന്നില്ല. അതേമാതിരി ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ യൂസേജിൽ എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം തന്നിരുന്നു. ഇപ്പോൾ ഈ അപ്ഡേറ്റിൻ്റെ ശേഷം എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം ആണ് തരുന്നത് എൻ്റെ യൂസേജിൽ. അപ്പോൾ ബാറ്ററിയിൽ നമുക്ക് ഒരു ഡൗൺ ഗ്രേഡും കാണാൻ കിട്ടുന്നില്ല. അടുത്ത പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാന്ന് വെച്ചാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഫോൺ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്വൈപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പണ്ട് സ്മൂത്ത് ആയിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഗീക്ക് ബെഞ്ചും ആൻറ്റിറ്റ്യൂഡ് സ്കോറും ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ഒന്ന് എടുത്തു നോക്കി, പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഗാലറിയിൽ പോയി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വേർഷൻ നമ്പറൊക്കെ സെയിം ആണ് ആൻറ്റിറ്റ്യൂഡിൻ്റെ, അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പത്തെ സ്കോറാണ് 13,89,055 ആണ് സ്കോർ വരുന്നത്. ഇത് നീ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 14,58,990 വരുന്നത്. അപ്പോൾ നമുക്ക് ഗീക്ക് ബെഞ്ച് നോക്കാന്ന് വെച്ചാൽ 1,009, ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പത്തെ ആട്ടോ 1,905 ആണ് സിംഗിൾ കോർ സ്കോർ. അതേമാതിരി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1,951 ആണ് സിംഗിൾ കോർ കിട്ടുന്നത്. അതേമാതിരി മൾട്ടി കോർ നോക്കാന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ 4,996 ആണ് കിട്ടുന്നത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5,039 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ലൈഫിലൊന്നും ഡൗൺ ഗ്രേഡ് ആയിട്ടില്ല, ക്യാമറയിലും ഡൗൺ ഗ്രേഡ് ആയിട്ടില്ല. ഓവറോൾ പെർഫോമൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് സാംസങ് ഗാലക്സി S23. പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതാണ്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേറെ വല്ലതും ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.